ഇവിടെ കൊറേ നേരം ആലോചിച്ചിട്ട് ഒരു പേരിട്ടതാണ് ചോളന്ന്, അതുകൊണ്ട് 10 മാർക്ക്. ശരിയാണ്. ഇറങ്ങുമ്പോ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. കാരണം തുടരുത്. വയലറ്റ് കാബേജ്. ബെസ്റ്റ് സ്പോട്ടാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഓറഞ്ച് തോട്ടം. നെല്ലിയാമ്പതിയിലുള്ള ഓറഞ്ച് തോട്ടമാണ് ഈ കാണുന്നത്. ഹലോ കൂട്ടുകാരെ, ICC വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം നെല്ലിയാമ്പതിയാണ്. നമ്മൾ കുറേ നാളത്തെ ആഗ്രഹമാണ് ഓറഞ്ചൊക്കെ ഉണ്ടായി നിൽക്കുന്നത് ഒന്ന് നേരിൽ കാണണം. നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും നമ്മൾ നേരിട്ടത് ഉണ്ടായി നിൽക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഗവൺമെൻറ് ഫാം നെല്ലിയാമ്പതി, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടും. വേണ്ടവർക്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് അവിടേക്ക് ആക്സസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫാമിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ ഓറഞ്ചിൻ്റെ മരമല്ല കാണണേ. നമ്മളവിടെ വേറെ മറ്റ് പല സംഭവങ്ങൾ, പൂക്കൾ, ചെടികൾ, അങ്ങനെ ഓരോരോ ലെവലുകളായിട്ടാണ് നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ കാണിക്കാൻ പോണേ. പിന്നെ രസകരമായി തോന്നിച്ചൊരു കാര്യമാണ് ഇവിടെ പെൻസിൽ കൊണ്ട് വേലി കെട്ടിയിട്ടുണ്ട്. ഇത് പല സ്ഥലത്തും പല ഇടത്തിലും നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ നടന്ന് തുടക്കമൊക്കെ നമ്മളിങ്ങനെ പൂക്കളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ കുറേ അലങ്കാര വസ്തുക്കളും ഈ ആമയും സൂര്യകാന്തിയും പിന്നെ കിണർ, ഈ കാണുന്ന കിണറാണ്, അതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഇതിൻ്റെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 25 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ ടോയ്ലറ്റ് സൗകര്യം എല്ലാം ഇവിടെ സജ്ജീകരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നെല്ലിയാമ്പതി വരുമ്പോൾ നിങ്ങൾക്കൊരു വിശ്രമ കേന്ദ്രമായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. ഈ 25 രൂപ ശരിക്കും വെർത്താണെന്ന് ചോദിച്ചാൽ വെർത്താണ്. അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്നതാണ് നമുക്ക് ചാമ്പയ്ക്ക തോട്ടം, അതായത് ചാമ്പമര തോട്ടം. പലതരം ചാമ്പമരം ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ശരിക്കൊരു മൂഡ് നമ്മുടെ മാറി കിട്ടും. കാരണം പുറമേക്ക് നല്ല ചൂടല്ല, നമ്മൾ വന്നുമ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ നല്ല തണലും ആ ഒരു ചെറിയ, എപ്പോഴും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ ഇങ്ങനെ കുളിർക്കാറ്റ്, അതായത് തണുത്തിങ്ങനെ കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അവരിങ്ങനെ കുറേ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇതൊരു വിശ്രമ കേന്ദ്രമായിട്ടും കൂടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ലൊക്കേഷനാണ്, ബെസ്റ്റ് സ്പോട്ടാണ് നെല്ലിയാമ്പതിയിൽ. അപ്പോൾ നമ്മൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു നമുക്ക് നെല്ലിയാമ്പതിയിലെ ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓറഞ്ച് ഫാമിലിക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓറഞ്ച് മാത്രമല്ല, പല സംഭവങ്ങളും നമുക്ക് ഇവിടെ കാണാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണിക്കാൻ പോണ വീഡിയോയിൽ. ഇവിടുത്തെ തണുപ്പ് കാറ്റടിച്ചപ്പോഴേ ഉറങ്ങാൻ തോന്നുന്നു. ഉറങ്ങാൻ വേണ്ടി നമ്മൾ നെല്ലിയാമ്പതി മല കയറി. ഇവിടെ നമ്മൾ മാത്രമല്ല, വരുന്ന എല്ലാവർക്കും ഒരു എന്താ പറയുക, അവർ ശരിക്കും ഒരു വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വന്ന് ഇങ്ങനെ റിലാക്സ് ആയിട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. ആദ്യം നേരം ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ തോന്നിയെങ്കിലും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാണിക്കാനുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് ഇങ്ങനെ കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. പിന്നെ വട്ടനാരകം, അതായത് ഈ നാരങ്ങ, അതായത് ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഒരു നാരങ്ങ വിഭാഗമല്ലോ. അപ്പോൾ പലതരം നാരങ്ങകളുടെ മരങ്ങൾ ഈ ഇടയിലിടയിൽ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ പൂക്കൾ, നമ്മുടെ കടലാസ് പൂവ്, പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ചെമ്പരത്തി പൂവ്. ഒട്ടനവധി പല വെറൈറ്റി കളറുകളിലാണ് ഇവിടെ നമുക്ക് ചെമ്പരത്തി കാണാൻ സാധിക്കുന്നത്.
നമ്മൾ പറ്റുന്ന പോലെ നമ്മൾ സൂം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അങ്ങനെ നടക്കാമെന്ന് പറയണത് അത് അനുവദിക്കില്ല. കാരണം നമുക്ക് അവിടെ വേലി കെട്ടിയിട്ടുണ്ട്. നമ്മൾ പുറമെ നിന്നെല്ലാം കണ്ട് ആസ്വദിക്കുക. ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് എന്തൊക്കെ കാണിക്കാൻ പറ്റും, എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക എന്നത് ഒരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു വാക്കിംഗ് വീഡിയോ പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ പോകുമ്പോഴാണ് ഒരു ചെറി എന്ന് പറഞ്ഞിട്ടുണ്ട്, വെസ്റ്റ് ഇന്ത്യൻ ചെറി. ഇതൊരു വ്യത്യസ്ത ഒരു പച്ച കായായിട്ട് കണ്ട്, പിന്നെ അപ്പുറത്തെ ഒരു ഇതില് മഞ്ഞ പഴുത്ത പോലെ നമ്മൾ ഒരെണ്ണം കണ്ടു. വെസ്റ്റ് ഇന്ത്യ ചെറി എന്നാണ് ഇതിനെ പറയണേ. ഇതെന്താ സംഭവം എന്ന് നമുക്ക് ശരിക്കും അറിയില്ല. വെള്ള ചെമ്പരത്തി വേറെ കളറ്. ഈ ചെമ്പരത്തി നോക്കി, ആ മഞ്ഞ നല്ല വലുപ്പം. അതിൻ്റെ ഉള്ളില് നോക്കിയാ ഓറഞ്ച് ചെമ്പരത്തി നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്ക്. ആ അതന്നെ. അതിനിടയിൽ ഒരു കായ ഉണ്ടല്ലോ, എന്നിട്ടാ റംബൂട്ടാനാ? ഇവിടെ അല്ല, ഇത് മാങ്കോസ്റ്റിനല്ല, മറ്റേ അതാണോ? പാഷൻ ഫ്രൂട്ട് ഒന്നല്ലോ. ലാസ്റ്റ് ഞാൻ എന്റെ പേര് കണ്ടുപിടിക്കണ്ടായിരുന്നു. ചിപ്പൂസ് കണ്ട പെട്ടെന്ന് പേര് പറഞ്ഞു തരും. എന്നിട്ട് ആ പേര് ശരിയാണോ എന്നുള്ളത് നമ്മൾ തന്നെ നോക്കേണ്ടി വരും. ട്രീ ഹട്ട്, ഏറുമാടം. ഏറുമാടം ഇവിടെ എവിടെ? ഏറുമാടം. ഈ മരത്തിന്റെ കട നോക്കിയേ. ഗ്യാപ്പ് ഉണ്ടല്ലേ? കേറിക്കോ. എന്താ സുഖം സഞ്ചരിക്കാൻ വേണ്ടി. നല്ല അടിപൊളി വ്യൂ. കൃത്യ വ്യൂ നോക്കിട്ട് കിട്ടില്ല. അടിപൊളി വ്യൂ അല്ലേ? അങ്ങനെ നമ്മള് അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങണം. നോക്കി ഇറങ്ങണം. ആ സ്റ്റെപ്പ് എടുത്തു വെക്കാനാണ് പാട്. ചെറിയ സ്റ്റെപ്പാ കണ്ട. ഏറുമാടം അടിപൊളിയാണ് ഇവിടെ. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോ ഇല്ലേ, നോക്കി ഇറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. കാരണം കുത്തനെയാണ് ഇത്. ഇതിന്റെ സ്റ്റെപ്പൊക്കെ കണ്ട, ചെറിയ സ്റ്റെപ്പാണ്. അത് പിടിച്ച് എല്ലാവർക്കും ചിലപ്പോൾ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഈ ഓറഞ്ച് തോട്ടത്തിനുള്ളിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ കാരണമായിട്ട് ചിലപ്പോൾ നമ്മൾ ഇതുകൂടെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഇവിടെ നമ്മൾ ഏറുമാടന്ന് കണ്ടിട്ട് ഞാൻ വെറുതെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു മരത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കണ്ടത്. നല്ല വെളിച്ചം. വെയിലടിക്കണെങ്കിലും ക്ലൈമറ്റ് നല്ല തണുപ്പ് കാറ്റാണ് അല്ലേ? ലില്ലി, വാട്ടർ ലില്ലി പോണ്ട്, ആമ്പൽക്കുളം. ആഹാ, കൊറേ ഉണ്ടല്ലോ. എല്ലാം പിങ്ക് ആണോ? വൈറ്റ് അല്ല, അത് വെളിച്ചല്ലേ? എവിടെ വൈറ്റ്? ആ വൈറ്റ് ഇവിടെ ഉണ്ടല്ലേ? ആ വൈറ്റ് ഉണ്ട്. വൈറ്റും പിങ്കും ഇടകലർന്നിട്ടുള്ള ആമ്പൽക്കുളമാണ് ഈ കാണുന്നത്. ഡാലിയ.
സൂര്യൻ ഉദിച്ചപ്പോ സൂര്യൻ വാടി സൂര്യകാന്തി വാടി. ഈ സൈഡ് ഫുള്ളാ തന്നെയല്ലേ. ശരിക്കും ഉദിച്ചു നിക്കണ നല്ല ഭംഗി. ആമ്പർക്കുളം നല്ല രസമുണ്ടല്ലേ കാണാൻ. നല്ല രസമുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു വഞ്ചി കൂടി വന്ന കൊറേ അമ്പൽപ്പൂ പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കായിരുന്നു. ഇത് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഗാർഡൻ ആണ് ഈ സംഭവം. ഓറഞ്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലോട്ടറി അടിച്ചു. ഓരോന്നോരോന്ന് വായിച്ചേ. ഇത് എന്നിട്ടാ മുള്ളില്ല മുരിക്ക്. മുള്ളില്ല മുരിക്കാണ് ഈ സൈഡിൽ ഫുള്ളും കാണുന്നത്. ഇനി അടുത്ത് നിന്നിട്ടാ ഫ്രൂട്ട്സ് വെജിറ്റബിൾ സീഡ്ലിങ്സ് പ്രൊഡക്ഷൻ. ഇതെന്താ സംഭവം? ഡ്രാഗൺ ഫ്രൂട്ട്. ഓ ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടിയാട്ടത്. ഇതിന്റെ അല്ല കാണാം. ഇതിൽ എവിടെയാ ഉണ്ടാവുക ഫ്രൂട്ട്? മേലെ ഉണ്ടാവുമായിരിക്കും അല്ലേ? ഒന്നും ഉണ്ടായി നിൽക്കണില്ല ഒന്നും. എവിടെയുണ്ട്? കാബേജ്. ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പേര് എഴുതിയിരിക്കണേ. രണ്ട് വ്യത്യാസം ഒരേ പോലെ അല്ല തോന്നണേ. ഇതാ അത് ഇത് കാബേജ് അല്ല. ഇത് കാബേജ് ആണ്. അപ്പൊ ഇവിടെ എന്താ ഡ്രാഗൺ ഫ്രൂട്ട് എന്നിട്ടിരിങ്ങനെ? ഇതിങ്ങനെ ഒറ്റയ്ക്ക് നിക്കണത് അല്ലേ? മറ്റേതിങ്ങനെ പടർന്ന് മേലേക്ക് വരുന്നുണ്ട്. മറ്റേത് ലെവലായിട്ട് വരുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഇത് ലെവലായിട്ട് വരുന്നുണ്ട്. ഇതിങ്ങനെ മൂടി മൂടി. ഇതിന്റെ പേര് കാബേജ് മുട്ടയാണോ? അത് എന്നിട്ട് വേറെ ഇതുപോലെ തന്നെ വേറെ ഒരു കളറ്. ഇത് വയലറ്റ് അല്ലേ കളറ്? ഇത് വയലറ്റ് കളർ കേട്ടാ. എന്തൊക്കെ സംഭവം എന്നറിയില്ല. എന്തെങ്കിലും ഒരു പേരിട്. കമോൺ ആലോചിക്കാണ് എന്ത് പേരിടണമെന്ന്. ചെടിക്ക് എന്ത് പേരിടണമെന്ന്. ചോളത് ചോള ആണോ? ഉണ്ടായി നിക്കണോ നോക്ക്. എവിടെ? ആ ഇവിടെ ഉണ്ടല്ലേ. ചോള ഉണ്ടായി നിക്കണ്ട്. അപ്പൊ ചിപ്പൂസിന് 10 മാർക്ക്. ഇനി അടുത്ത ചെടി പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 10 പേർക്ക്. ഓറഞ്ച് ചെടി കണ്ടുപിടിക്കണം. ഇത് വാഴ. ഇത് എനിക്ക് 10 മാർക്ക്. എനിക്ക് 20 മാർക്ക്. ഞാൻ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിച്ചല്ലോ. ഞാൻ ഒറ്റ നോട്ടത്തിൽ വാഴ കണ്ടുപിടിച്ചു. അതുകൊണ്ട് എനിക്ക് 20 പോയിന്റ്. ഇവിടെ കൊറേ നേരം ആലോചിച്ചിട്ട് ഒരു പേരിട്ടതാണ് ചോളന്ന്. അതുകൊണ്ട് 10 മാർക്ക്. ശരിയാണ്. പാഷൻ ഫ്രൂട്ട്. അത് കണ്ടുപിടിച്ചു. എന്താ സന്തോഷം. പാഷൻ ഫ്രൂട്ട് കണ്ടുപിടിച്ചു. തൊടരുത്. തൊട്ട് കഴിഞ്ഞാട്ടി. അപ്പൊ ചിപ്പൂസിന് 20 പോയിന്റ്. ഇവിടെ പാഷൻ ഫ്രൂട്ടിന്റെ കണ്ട. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടാ. മറ്റേ കളറില്ലേ കളർ ചെടി. അതെന്താണെന്ന് പേര് എഴുതി വെച്ചിട്ടില്ല കേട്ടാ. നമ്മളൊരു ക്യാബേജ് അല്ലേ? ക്യാബേജിന്റെ പോലത്തെ അതിന്റെ ഒപ്പം തന്നെ വേറൊരു വയലറ്റ് ക്യാബേജ്. വയലറ്റ് ക്യാബേജ് നിങ്ങൾ കണ്ടിണ്ടാവില്ലേ? എനിക്ക് വേണേ അതിന്റെ ആയിരിക്കും. അപ്പൊ ആ ഇലയുള്ളത് വയലറ്റ് അലി. അതിനെ മറ്റേ പച്ച അലിയുള്ളത് മറ്റേ പച്ച ക്യാബേജ്. ഇതെന്ത് ചെടിയാ? അങ്ങനെ പാഷൻ ഫ്രൂട്ടിന്റെ അത് കടന്നു. ഓ ഇതിങ്ങനെ റൗണ്ട് അടിച്ച് പോകണ്ടല്ലേ. ഇത് വയലറ്റ് ക്യാബേജ് എന്ന് പറഞ്ഞത് നമ്മള് പേരിട്ടതാണ്. അത് ശരിയാണോന്ന് അറിയില്ല കേട്ടാ. കണ്ട ഇതിന്റെ അല്ല കണ്ട വയലറ്റ് കളറിലാണ് നിക്കണേ. അങ്ങോട്ട് അവിടെ ഇത് തന്നെയാ ക്യാബേജിന്റെ. ക്യാബേജ് അല്ലേ ഈ വയലറ്റ് കളറിലുള്ളത്? വയലറ്റ് ക്യാബേജ് തന്നെയാ. ഇവിടെ കണ്ട് ഇതിന്റെ അപ്പുറത്ത് അത് ക്യാബേജ് തന്നെയല്ലേ?
ആ ഇത് ഗ്രീൻ ബീൻസ് പട്ടാണി അല്ലേ? പച്ചപ്പട്ടാണി ഉണ്ടായി നിക്കണ്ടല്ലേ? പട്ടാണി ക്യാബേജ് വേണ്ട അല്ലേ? ഈ ഓറഞ്ച് മരം എവിടെയാ? അവിടെ ഉണ്ടായി നിക്കണ്ട് ഇപ്പൊ ഉണ്ടല്ലേ? ശരി. അപ്പൊ ആ ചേച്ചി പറഞ്ഞു ഓറഞ്ച് നമുക്ക് അവിടെ ഫുള്ള് ഉണ്ടായി നിക്കണ്ടെന്ന് പറഞ്ഞ. അപ്പൊ എന്തായാലും ഓറഞ്ച് മരം ഈ സമയത്ത് ഈ പ്രാവശ്യം വന്ന് നമുക്ക് നഷ്ടമായില്ല. ഇത് തുറന്നിട്ടാ നമ്മൾ നേരത്തെ തന്നപ്പോ ഇത് വിത്തുൽപാദന ഇവിടെ ഇങ്ങനെ കളർ ഇഷ്ടമായി എനിക്ക്. വയലറ്റ് അല്ലേ? കൂർഗ് മാൻഡ്രി. ഇത് ഓറഞ്ചിന്റെ മറ്റേ സീഡ്ലെസ് ആട്ടോ. സീഡ്ലെസ് കുരു ഇല്ലാത്ത ഇതാ. ഇതിന് റേറ്റ് കൂടും ഓറഞ്ചിൽ. ഇവിടെ കായ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഓറഞ്ചില് റേറ്റ് കൂടിയ സീഡ്ലെസ് ഓറഞ്ച് ആണ് മാൻഡാരിൻ എന്ന് പറഞ്ഞ ഇത് സംഭവം. ഇപ്പോ ഒരു മാസം മുമ്പ് 275 ആ റേറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ 100 അതായത് 175 150 ആ റേറ്റിലേക്ക് ഇപ്പൊ നമുക്ക് ഈ സമയത്ത് കിട്ടുന്നുണ്ട്. ഇതൊക്കെ സൂര്യകാന്തി ആട്ടാ. ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ വിത്തുകളൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇവിടെ റീറ്റെയിൽ കൗണ്ടർ ഉണ്ട്, പുറത്തേക്ക് കിടക്കണം കൊടുത്ത്. അപ്പൊ ആ റീറ്റെയിൽ കൗണ്ടറിൽ പോയിട്ട് നമുക്ക് വിത്തുകൾ വേണമെങ്കിൽ മേടിക്കാം. ഇത് നാരങ്ങ കേട്ടാ, മറ്റേത് ഓറഞ്ച്. അതിൻ്റെ ഇടയിൽ ഇടകലർത്തി നാരങ്ങകൾ. ഇതൊക്കെ നാരങ്ങ. ഈ റോ ഫുള്ളും നാരങ്ങയുടെ തെറ്റാ. കണ്ട നാരങ്ങ ഉണ്ടായി നിൽക്കണ കണ്ട. ഇത് ഓറഞ്ച്. അപ്പൊ ഏത് അത് വഴുതനങ്ങ? ഇത് മുള്ളങ്ങി കേട്ടാ. മുള്ളങ്ങിയില്ലേ? ഇത് ക്യാരറ്റാ അല്ലേ? നമ്മളുണ്ടായി. അത് പൊട്ടിച്ച് കഴിഞ്ഞതാ. അടിയിലുണ്ടാവും അല്ലേ? മണ്ണിന്റെ അടിയിലേക്ക് നിൽക്കാം. കടയില് ക്യാരറ്റ്. ഇതാണ് നമ്മുടെ ക്യാരറ്റ്. ഇവിടെ ഒരു പ്രാവശ്യം അവര് വിളവെടുത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കാലോ. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത സെറ്റ് ഇത് കഴിഞ്ഞു അല്ലേ? ഇതിൻ്റെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതാ നമ്മുടെ. ഇവിടെ വലിയ ഓറഞ്ച് വല്ലതും ഉണ്ടായി നിൽക്കണ്ട. ഇത് ആ മരം അല്ലേ? അങ്ങോട്ട് ഒരെണ്ണം കഴിച്ചു നോക്ക്. കഴിച്ചോക്കെ. വെള്ളം ചൂടുണ്ട്. വീഡിയോ എടുക്കുന്ന പൊള്ളല് സഹിച്ചു. അതുണ്ടായ വെള്ളം നല്ല ചൂടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ക്യാരറ്റ് ഇങ്ങനെ കടിച്ചു കഴിക്കാൻ നല്ല രസാ. നല്ല ഫ്രഷ്നെസ് ഉണ്ട് കേട്ടാ. അത്യാവശ്യം വലിപ്പം വരും. ഇത് വലിപ്പം വരും കേട്ടാ. ഇതിപ്പോ ചെറിയത് കണ്ട. വയലറ്റ് ക്യാബേജ് കേട്ടാ. ഇതാണ് ഇപ്പൊ വയലറ്റ് ക്യാബേജ്. അങ്ങനെ നമ്മളെല്ലാം കാണിച്ചു തരും. ഇനി വലിയ ഓറഞ്ച് കടയിൽ നിന്ന് മേടിച്ചിട്ട് കാണിച്ചു തരാം. ഇതാണ് വലിയ ഓറഞ്ച്. അല്ല, ഇത് കുറച്ച് വലുപ്പമായി കഴിഞ്ഞിട്ട് അത് പഴുപ്പിക്കാനായിട്ട് അവർ വെക്കും. ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ കണ്ടേ?
പാഷൻ ഫ്രൂട്ട്, ഓറഞ്ച്, നാരങ്ങ. നമ്മൾ ആദ്യം പൂക്കൾ കണ്ടു, അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, ക്യാരറ്റ്, മുള്ളങ്ങി, പച്ചപ്പട്ടാണി, ക്യാബേജ് 2 തരം ഉണ്ട്. പിന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്, വാഴ, പിന്നെ എന്തൊക്കെയുണ്ട്, പാഷൻ ഫ്രൂട്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. വെൽവെറ്റ് ചെറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടു. ഇവിടത്തെ കഴിഞ്ഞു. ഇനി ഇവിടെ എന്താണോ, ഇനി അങ്ങോട്ട് നടക്കാണ്ടില്ലേ? അയ്യോ, ഇനിയും കുറേ നടക്കാണ്ട് കേട്ടാ. കാഴ്ചകൾ കുറേ നടന്ന് കാണാനുണ്ട്. ഇത് ഞങ്ങൾ വന്നത് കറക്റ്റ് മാസമാണ്. 2-3 ആഴ്ച മുമ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഈ പച്ചക്കറികളൊക്കെ വിളവെടുക്കണായിട്ട് തൊട്ട് മുമ്പത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം നമ്മൾ കാണേണ്ട ഓറഞ്ചാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ നോക്കിയ ആ സംഭവം നമ്മൾ കണ്ടു. ഉണ്ടോ? ഇതെവിടെ ഉണ്ട്. എന്ത് രസമായിട്ടാ ആമ്പലിന്റെ ആ ഇലമോടെ ആ കിളി നടക്ക. ആ കൊക്കനാണ് ഇപ്പൊ ഉണ്ടാക്കി വെച്ചാന്ന് തോന്നി, പക്ഷെ ജീവനുള്ളതാ. ആഹാ, നമ്മുടെ അടുത്തേക്ക് വരിക. ഇതാണ് ഇവിടുത്തെ പെൻസില്, ആമ്പലവടത്തിൻ്റെ അവിടുത്തെ. നല്ല രസമുണ്ടല്ലേ? എഴുതാൻ പറ്റുമോ? ഞാൻ പോവാ. എടുക്കാൻ പറ്റില്ല. എടുക്കാൻ പറ്റുമോ? ആ വീണ എടുക്കണതല്ലേ? ഇത് ഗോപുര നമ്മുടെ വീട്ടില് വലുതുണ്ടായിരുന്നു. കൊറേ പേര് കമന്റ്. ഇതെന്ത് ചെടിയത്? ഇവിടത്തെ കാഴ്ചകൾ കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത് വിപണന കേന്ദ്രം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും വിത്തുകളോ ചെടികളൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടുന്ന് മേടിക്കാം. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ സെയിൽസ് കൗണ്ടർ. പുറത്തേക്കുള്ള വഴിയത് അതിതാ. ഇതിന്റെ തന്നെ, ഇതിന്റെ പച്ച ചൈനീസ് ഹാറ്റ് കേട്ടാ. തൊപ്പി അതായിരിക്കും തൊപ്പി ഷേപ്പിൽ. ഇതിനുള്ളിൽ മേടിക്കണതാണ്. നമ്മളിപ്പോ എന്തായാലും മേടിക്കാൻ പോണില്ല. അങ്ങനെ നമ്മുടെ ഓറഞ്ച് ഫാമിലത്തെ കാഴ്ചകളൊക്കെയും ഇതോടുകൂടി തീരാണ്. അങ്ങനെ ഞങ്ങൾ ഓറഞ്ച് ഫാമിൽ നിന്ന് നേരെ ഞങ്ങൾ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ്, നമ്മുടെ നെല്ലിയാമ്പതിയിലുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. അതും കൂടി കണ്ടിട്ടാണ് ഞങ്ങളുടെ ഈ യാത്ര അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈ ഫാമിലത്തെ കാഴ്ചകൾ. അടുത്ത് നമ്മൾ ഇവിടുന്ന് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മൾ സീതാർകുണ്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ് സംഭവം. ഇവിടേക്ക് നമ്മൾ വേറെ എൻട്രി ഫീസ് ഇല്ല, പാർക്കിംഗ് ചാർജ് ഉണ്ട്. 10 രൂപയല്ലേ മേടിച്ച? 10 രൂപ. അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിന്റിലേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങാണ്. ഇവിടേക്ക് പോകുമ്പോൾ റോഡ് കുറച്ച് മോശമാണ്. മാത്രമല്ല
നമ്മുടെ ഈ വഴിയിലൊക്കെ ഇങ്ങനെ കല്ലുകൊണ്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു റോഡായിരിക്കും, ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. എന്നാലും നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നമുക്ക് അവിടേക്ക് എത്തിച്ചേരും. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഈ ഡാമിൻ്റെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. അതും വരയ്ക്കും. ബൈ. ഒരു പാർട്ടി